കുടുംബക്കാരപ്പം കോഴിക്കോട്ടേക്ക് ഒരു യാത്ര. കുറെ നാളായിട്ട് കുടുംബത്തിലെ കുറെ ആൾക്കാർ പറയണേ എല്ലാവർക്കും പാടെ കൂടിയാണ്ട് എങ്ങോട്ടെങ്കിലും ട്രിപ്പ് പോയാൽ. നമ്മളെ കാരണവരായിട്ടുള്ള റിയക്കാക്കുന്റെ സന്തതിയാണ് ബല കണ്ടാളും. എന്താ ബലക്ക് ഒരു പൊലിവ്. നിങ്ങളെ ഫാമിലിത്തെ എല്ലാരും പാടെ കൂട്ടിക്കാണ്ട് എപ്പോഴെങ്കിലും ഒരു വട്ടെങ്കിലും ഇതേപോലെ ചെറുതായിട്ട് സ്ഥലത്തേക്ക് പോകണം, എന്നാലേ ഒരു വൈബ് ഉണ്ടാവുള്ളൂ. ഓൽക്കിപ്പം നീ എല്ലാരും പാടെ കൂടിക്കാണ്ട് മണ്ണാർക്കാട്ടേക്ക് പോകുക എന്ന് പറയുന്നത് തന്നെ വലിയ കാര്യകാരം. അപ്പൊ ഓലടിയിലൊക്കെ ഒരു സന്തോഷവും കാര്യങ്ങളൊക്കെ നിലനിൽക്കണം എന്നുണ്ടെങ്കിൽ നമ്മളിടക്ക് ഇതേ മരുന്ന് പോകണം. അങ്ങനെ നമ്മൾ ആദ്യം പോയത് ഹൈലൈറ്റ് മാൾക്കാണ്. കാരണം അവിടുന്ന് നമുക്ക് ഫുഡ് കഴിക്കാൻ ആവശ്യമായിട്ടുള്ള സ്പോട്ട്. അങ്ങനെ ബിരിയാണിയുടെ ദമ്മൊക്കെ പൊടിച്ചുകാണ്ട് എല്ലാരും പാടെ ഓരോ ഭാഗത്തൊക്കെ നിന്ന്, അല്ലെങ്കിൽ കുറച്ച് ആൾക്കാർ കുറച്ച് സ്ഥലത്ത് ഇരുന്നുകാണ്ട് ഇങ്ങനെ ബിരിയാണി ഒക്കെ ഇങ്ങനെ തിന്നുമ്പോഴേ എന്താ ഫീൽ. ഇങ്ങനെ ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞാണ്ട് പിന്നെ നമ്മൾ പോയത് നേരെ ഹൈലൈറ്റ് മാൾക്ക്. ഹൈലൈറ്റ് മാളിനെ പോലെ ആദ്യമായിട്ട് കാണണേ. അതാ നമ്മൾ നിങ്ങളോട് പറഞ്ഞ എങ്ങോട്ടെങ്കിലൊക്കെ കൊണ്ടുപോയിക്കോളും. ചെറിയ സ്ഥലം, വലിയ രീതിയിലുള്ള സന്തോഷം, അത്ര. കുടുംബത്തിലത്തെ ഒരു 10-25 ആൾക്കാര് എല്ലാരും പാടെ കൂടിങ്ങാണ്ട് ഒരു ട്രാവലർ എടുക്കണു, കോഴിക്കോട്ടേക്ക് പോകണു, ഹൈലൈറ്റ് മാളിൽ കൂടെ ഇങ്ങനെ നടക്കണ കൂട്ടത്തോടെ. അതിന്റെ പൊന്നോ, ഇതുവരെയൊക്കെ ഓക്കെ ആയിരുന്നു. പക്ഷെ നെക്സ്റ്റ് ഒരു ഹൈപ്പർ മാർക്കറ്റ് അതിന്റെ ഉള്ളിലാണ് കണ്ടപ്പോ പെങ്ങൾ വിളിച്ചാണ് കൊണ്ടുപോയി. അപ്പോഴാണ് നമുക്ക് യഥാർത്ഥത്തിൽ ചെലവാണ്. എന്തായാലും ഇപ്പൊ നന്നു ഇനിയിപ്പോ കുളിച്ചിട്ടാണ് കയറാം, അല്ലാതെ എന്താ ചെയ്യാ. അങ്ങനെ നമ്മൾ നേരെ വിട്ടത് പിന്നെ കോഴിക്കോട് ബീച്ച്. ഇവനക്കൊക്കെ പെരും ഹാപ്പി ആയിരുന്നു. കോഴിക്കോട് ബീച്ചും പരിസരവും ആയിക്കൂടി ഇങ്ങനെ നമ്മളിങ്ങനെ കൊണ്ടുപോകുമ്പോഴേ ഓരോ ഭാഗങ്ങൾ ഇങ്ങനെ കാണുമ്പോ എന്താ ഒരു. അങ്ങനെ ട്രിപ്പ് പോയ കുടുംബക്കാരെല്ലാരും പാടെ കൂടിയാണ് ബീച്ചിന്റെ അവിടുന്ന് ഒരു ഫോട്ടോ എടുത്തു. നമ്മളെ റേസിൽ വീഡിയോ. അപ്പോഴാണ് നമ്മൾ കാണുന്നത് വഴിയോരങ്ങളിൽ രണ്ടാൾക്കാർ ഇങ്ങനെ പാട്ടും പാടി കൊട്ടുമേളൊക്കെ നടത്തുള്ളൂ. എന്താ അങ്ങനെ ഒരുപാട് സമയം കടലിന്റെ സൈഡിൽ അങ്ങനെ ഇരുന്നുകാണ്ട് എല്ലാരും വർത്താനം പറയണു, കടലിൽ കറങ്ങണു, എന്തൊക്കെ വൈബ് വരുന്നു. അങ്ങനെ നമ്മൾ തിരിച്ചു പോരാനുള്ള വയ്യ നോക്കി. രാത്രി ഇങ്ങനെ വണ്ടിന്റെ ഉള്ളിൽ പാട്ടും ലൈറ്റ് ഒക്കെ ഇട്ടുകാണ്ട് കുട്ടികൾ ഇങ്ങനെ ആർമാദിക്കുമ്പോൾ. അപ്പൊ അതങ്ങളോട് പറയാനുള്ളത് ചെറിയ യാത്ര വലിയ സന്തോഷം, ഒരു നഷ്ടവും പറ്റൂല. അപ്പൊ അടുത്ത വീഡിയോ ഉടനടി.